അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ്. ഗവർണർ, ഒപ്പം തന്നെ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ടി പത്മനാഭൻ എന്നിവരെല്ലാവരുമുണ്ട്. ശ്രീ പി വി ചന്ദ്രൻ, ശ്രീ പി വി നിതീഷ്, ശ്രീ വി ശ്രേയാംസ് കുമാർ, മയൂര ശ്രേയാംസ് കുമാർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവത്തിന് അക്ഷരമേളയ്ക്ക് കനകക്കുന്നിൽ തുടക്കമാവുകയാണ്. ഉദ്ഘാടന ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കനകക്കുന്നിൽ ഇനി വരുന്ന 4 ദിവസം അക്ഷരവസന്തമാണ്. അക്ഷരങ്ങൾ, സാഹിത്യം, കല, അറിവ് എല്ലാം ഒത്തുചേരുന്ന സംഗമവേദിയായി കനകക്കുന്ന് മാറുകയാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ തന്നെ ഏറ്റവും ഒരു സൗഭാഗ്യമെന്ന് പറയാവുന്ന ഇടമാണ് കനകക്കുന്ന്. കാരണം ഒട്ടേറെ കലാപരിപാടികൾ, സാഹിത്യ പരിപാടികൾക്കൊക്കെ വേദിയാകുന്ന ആ കനകക്കുന്നിനെ കൂടുതൽ മനോഹരമാക്കുകയാണ് അടുത്ത 4 ദിവസങ്ങൾ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം. Governor of Kerala, Shri Rajendra Vishwanath Alekar, Chief Guest, Shri T. Padmanabhan, Guest of Honor, Ursula Monet, our Managing Director and Chairman of the Festival, and my dear father, M. V. Shams Kumar, our Chairman and Managing Editor and Chief Patron, Shri P. V. Chandran, our Joint Managing Editor and Festival Patron, Shri P. V. Nideesh, and all the lovely people. MBIFL-ന്റെ ഉദ്ഘാടന ചടങ്ങ് കനകക്കുന്നിൽ പുരോഗമിക്കുകയാണ്. ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. ഇനി 11 മണിക്ക് ഉദയനിധി സ്റ്റാലിൻ്റെ സെഷനോട് കൂടിയാണ് അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന് തുടക്കമാവുന്നത്. അങ്ങനെ പലവിധ ആശയങ്ങൾ ഒക്കെ ഏറ്റുമുട്ടുന്ന, ചർച്ച ചെയ്യുന്ന ഒരു വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന ആളുകൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു വലിയ ഇടമായി കനകക്കുന്ന് അടുത്ത 4 ദിവസങ്ങൾ മാറുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം പറയുന്നു.